ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് കരുതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗൊന്നുമല്ല, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതൊന്നുമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോസിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഈ ഒരു ഉഷ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ സംഭവം. ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ട് ഞാൻ അവസാനം വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ 1.5 വർഷത്തിന് യൂസേജിന് ശേഷമുള്ള റിവ്യൂവും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, കാരണം ഒരുപാട് പേർക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. പുതിയ ഫുഡ് പ്രോസസ്സർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ നേരത്തെ കാണിച്ച കബോർഡിലാണ് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് അറ്റാച്ച്മെൻറ്റ്സും വെച്ചിട്ടുള്ളത് കേട്ടോ. ഉഷൻ്റെ ഈ ഒരു ഫുഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. FP3810 FP3811. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ FP3811 ആണ് കേട്ടോ. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതൊരു 1000 വാട്ട് മോട്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ 2 സ്പീഡ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 1ഉം 2ഉം. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് രണ്ടാമത്തെ സ്പീഡിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ സാധാരണ 3 ജാറുണ്ട്, ഒരു വെറ്റ് ഗ്രൈൻഡർ, ഒരു ഡ്രൈ ഗ്രൈൻഡർ, അതുപോലെ തന്നെ ഒരു ജ്യൂസർ. അപ്പോൾ ജ്യൂസറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ ജാറിനേക്കാളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ജ്യൂസറാട്ടോ. അതായത് ഏകദേശം 1.8 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ അടിക്ക് ഒരുപാട് ജ്യൂസ് അടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല ക്ലിയറും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറായതുകൊണ്ട് തന്നെ കാണാനും നല്ല വൃത്തിയിലൊക്കെ എപ്പോഴും ഇരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ജാറും എല്ലാ പാർട്സും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഒരുപാട് ക്രെവിസസോ അതോ ഇത് നല്ല ഷാർപ്പ് കോർണേഴ്സോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതാ ഈ ഒരു ചട്നി ജാറിൽ ഞാനിപ്പോൾ ഇതാ ചിക്കൻ കായം തേക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഡ്രൈ ഗ്രൈൻഡിങ് ഒക്കെ നല്ല പവർഫുള്ളായിട്ട് നമുക്ക് നടക്കുന്നുണ്ട് ഈ ഒരു ജാറിൽ. ഈ ഒരു ഫുഡ് പ്രോസസ്സർ തന്നെ വാങ്ങാമെന്ന് ഞാൻ തീരുമാനിക്കാനുള്ള മെയിൻ കാരണം അതിൻ്റെ ക്ലീൻ ആക്കാനുള്ള ആ ഒരു ഈസിനെസ് തന്നെയാണ് കേട്ടോ. ഏത് ജാർ എടുത്ത് നോക്കിയാലും നമുക്ക് എല്ലാം റൗണ്ട് കോർണേഴ്സ് ആണ്, ഷാർപ്പ് കോർണേഴ്സ് ഒന്നുമില്ല. പിന്നെ കൂടുതലും കൺസീൽഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് ഒന്നും ക്ലീൻ ആക്കാനൊക്കെ കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ആ ഒരു ജ്യൂസ് ജാറും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു സെൻട്രിഫ്യൂഗൽ ജ്യൂസറും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്നെ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് ആകർഷിച്ച കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ നമുക്ക് എല്ലാവിധ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല സിമ്പിളായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലൊക്കെ എനിക്ക് തേങ്ങ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സുജാതൻ്റെ മിക്സിയാണ്, തറവാട്ടിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ സുജാതൻ്റെ മിക്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിട്ടാലും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഫുഡ് പ്രോസസ്സർ വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഈ ഒരു ഉഷാൻ്റെ ഫുഡ് പ്രോസസ്സർ തന്നെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് തേങ്ങ അരയ്ക്കാൻ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അറിയാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. അത് ആ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ. നമ്മൾ തേങ്ങയിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്താണല്ലോ നമ്മൾ പഠിക്കാം. അപ്പോൾ അത് കറക്റ്റ് ആയാൽ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജ്യൂസ് ജാറും അതുപോലെ തന്നെ ഡ്രൈ ഗ്രൈൻഡറും കണ്ടു. ഇനി നമുക്ക് വെറ്റ് ഗ്രൈൻഡർ നോക്കാം കേട്ടോ. വെറ്റ് ഗ്രൈൻഡറും ഇതുപോലെ തന്നെ നമുക്ക് ദോശമാവായാലും ഇനി ഓട്ടട അങ്ങനെ എന്ത് സംഭവമായാലും അരച്ചെടുക്കാൻ നല്ല സിമ്പിളാണ്. നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് അരഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ അരയ്ക്കുന്നത് റാഗി ദോശൻ്റെ മാവാണേ. അപ്പോൾ റാഗിയായിട്ട് പോലും നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഇയർ വാറണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിന് മേലെ ആയി ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സ്മൈലി എങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മൾ വീഡിയോക്ക് റീച്ച് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവാഞ്ഞിട്ടാണോ ഇനി ലൈക്ക് ചെയ്യാത്തതൊന്നും എനിക്കറിയില്ല. ചില സമയത്ത് വീഡിയോസ് ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വ്യൂസും ലൈക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ചില സമയത്ത് തീരെ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ നല്ല വ്യൂ കിട്ടുമെന്ന് കരുതി പ്രതീക്ഷിച്ചിടുന്ന വീഡിയോസ് ആയിരിക്കും, അതിനായിരിക്കും ചിലപ്പോൾ തീരെ വ്യൂസ് ഒന്നും കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അമർത്താം കേട്ടോ. അതുപോലെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ഓളും പ്രസ് ചെയ്യാൻ മറക്കരുത്.
ഇതുപോലെ മാവും കാര്യങ്ങളൊക്കെ അരച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ആണെങ്കിൽ കൂടി ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് വെള്ളം മാത്രം ആക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനും നല്ലതാണ്. പിന്നെ ഉള്ളിലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂല. പിന്നെ ഞാൻ ക്ലീൻ ആക്കാൻ സാധാരണ നോർമൽ നമ്മുടെ ഡിഷ് വാഷറും സ്പോഞ്ചും വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ആക്കൽ. അത് എല്ലാ ഭാഗവും അടിയും മിക്സിയുടെ താഴ്ഭാഗവും ഉൾഭാഗമൊക്കെ ഒരുപോലെ എല്ലാ സമയം എടുത്താലും ഞാൻ ക്ലീൻ ആക്കി വെക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ എച്ചിൽ കെട്ടുന്ന പ്രശ്നമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വാഷർ എടുത്തിട്ട് കഴുകും. അത് വീക്ക്ലി വൺസ്, ചിലപ്പോൾ അതിൽ കൂടുതൽ, ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കഴുകും. നമുക്ക് അതിൻ്റെ ആ ഒരു വാഷറിൻ്റെ ഉള്ളിലേക്ക് ആയും തോന്നിയാൽ അപ്പം തന്നെ ഞാൻ കഴുകും ചെയ്യും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേറ്റർ, സ്ലൈസർ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു ഡ്രോവർ വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രോവറിലാണ് നമ്മുടെ ഈ ഒരു ഡിസ്കുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു ഗ്രേറ്റർ, ഷ്രെഡർ അതുപോലെ സ്ലൈസറൊക്കെ ഡിസ്കുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാർപ്പൻസൊക്കെ വളരെ കുറവാണ്. എല്ലാം ഒരു റൗണ്ടഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും. ഉഷ ഫുഡ് പ്രോസറിൻ്റെ 2 വേരിയൻറ്റ്, അതായത് FP3810 FP3811 തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങളിൽ ഒന്നാണ് ഈ താഴെ വരുന്ന ഡ്രോവറും അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡീൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ഓനിയൻസ് നമ്മൾ സ്ലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ഓനിയൻസ് ഒന്ന് നടുവേ കട്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് മെല്ലെ ഒന്ന് മേലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ എല്ലാം സ്ലൈസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഡിസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ലൈസർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗ്രേറ്ററോ ഷ്രെഡറോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും 2 ഭാഗത്തും നമുക്ക് ഹോൾസ് വരുന്നുണ്ട്. ഒന്ന് ഫൈൻ ഹോൾസും ഒന്ന് കുറച്ച് കോഴ്സ് ഹോൾസും ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 രീതിയിലുള്ള കട്ടിങ് ഒരൊറ്റ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഒരൊറ്റ ഡിസ്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഫൈനായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. ബിരിയാണിക്കൊക്കെ ഇത് ബെസ്റ്റാണ്. അറ്റ് എ ടൈം ഇതിൽ ഞാൻ 8 വലിയ സവാള വരെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും വലിയ ഒരു ഫുഡ് പ്രോസസറിൻ്റെ ജാറാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ബ്ലേഡ് ഒന്ന് തിരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കോഴ്സ് സ്ലൈസിങ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടി കട്ടി കൂടിയ സ്ലൈസിങ്. അപ്പോൾ ഈ ഒരു ഈ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ ഒരു മെയിൻ സേഫ്റ്റി ഫീച്ചറാണ് അതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞാൽ. ആ ലോക്ക് കുടുങ്ങിയാൽ മാത്രമേ മിക്സി ഓൺ ആവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സാധാരണ 3 ജാറുണ്ടല്ലോ, ജ്യൂസർ, ബ്ലെൻഡർ, ഗ്രൈൻഡർ, അതൊക്കെ സാധാരണ നമ്മൾ ജസ്റ്റ് അതിലേക്ക് വെച്ച് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ലോക്ക് വർക്ക് ആവുക. ഇതുപോലുള്ള ജാറുകൾ അതിൻ്റെ മേലെയും കൂടിയും ലോക്ക് ഉണ്ട്. ആ മേലത്തെ ലിഡിൻ്റെ അവിടെ ഒരു ലോക്ക് ഉണ്ട്. അതും കൂടി ലോക്കായാൽ മാത്രമാണ് കറക്റ്റായിട്ട് മിക്സി ഓടുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് ശേഷം ഞാനിതാ ഈ ഒരു ഗ്രേറ്റിങ്ങിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ രണ്ടാമത് എനിക്ക് സ്ലൈസിങ്ങിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സ്ലൈസിങ് ആണെന്നുണ്ടെങ്കിൽ ഓനിയൻസും ക്യുക്കുംബറും ക്യാരറ്റും എല്ലാം സ്ലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രേറ്റിങ്, ചീസ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ചോപ്പിംഗ് ബ്ലേഡും കൂടി ഉണ്ട്. അപ്പോൾ ആ ചോപ്പിംഗ് ബ്ലേഡിൻ്റെ വീഡിയോ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം എടുത്ത് വെച്ചതായിരുന്നു, അറിയാണ്ട് മിസ്സായി പോയതാട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ചോപ്പിംഗ് ബ്ലേഡിൽ ജസ്റ്റ് ഈ ഒരു ഡിസ്ക് ഇടുന്നതിന് പകരം ആ ഒരു ബ്ലേഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചോപ്പ് ചെയ്തെടുക്കാം. ഈവൻ മീറ്റ് വരെ മിൻസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ആട്ട ബ്ലേഡ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ നീഡർ, അതാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. മാവ് കുഴയ്ക്കുന്നൊരു ബ്ലേഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മാവ് കുഴയ്ക്കുന്ന ബ്ലേഡിൻ്റെ അതുപോലെ തന്നെയാണ് നമ്മൾ ചോപ്പിംഗ് ബ്ലേഡും ഉള്ളത്. പക്ഷേ ചോപ്പിംഗ് ബ്ലേഡ് ഷാർപ്പാണ്, മാവ് കുഴയ്ക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബ്ലേഡ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലിതാ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ അത് ട്രൈ ആക്കി നോക്കിയിട്ടില്ല. മെയിൻ കാരണം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതും പരത്തുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു ബുദ്ധി എനിക്കിതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണാമല്ലോ. അപ്പോൾ ഇതിൽ ചോപ്പിംഗ് ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ ചോപ്പിംഗ് പരിപാടികളൊക്കെ കഴിയും. അപ്പോൾ ഞാൻ അതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മിസ്സായിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ലോക്ക് കേട്ടോ, ഈ ലോക്ക് താഴെയുണ്ട് മേലെയുണ്ട്. അപ്പോൾ താഴെയും ലോക്ക് ആവണം, മേലെയും ലോക്ക് ആവണം, എങ്കിൽ മാത്രമാണ് ഈ ഒരു ഫുഡ് പ്രോസസർ വർക്ക് ആവുള്ളൂ കേട്ടോ. ഇനി ഇതാ ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലേഡ് ഇട്ടിട്ടൊന്ന് കറക്കി നോക്കുകയാണ്, ഇട്ടതൊക്കെ സൈഡ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിൽ മാനുവലിൽ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാവും അതുപോലെ തന്നെ വെള്ളവും അളന്നിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് കറക്കി എടുത്താൽ മതി എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലിഡ് ഭാഗത്ത് മേലെ നമ്മൾ നേരത്തെ ആ ഒരു ഓനിയൻസൊക്കെ അമർത്തി കൊടുത്തൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഉള്ളിലൊരു കുഴിഭാഗമാണ്, ഒരു കപ്പ് പോലെ, നമുക്കൊരു മെഷറിങ് കപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇതിലേക്ക് ആട്ട ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം വെള്ളം വേണ്ടിയിരുന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കുറേശ്ശെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാട്ടോ മനസ്സിൽ വിചാരിച്ചത്. ഈ ഒരു ചപ്പാത്തി പൊടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു തത്രപ്പാടാണ്. അത് ഞാൻ പൊടിയൊന്ന് കറക്കി ആ ഒരു ഉപ്പും ഓയിലൊക്കെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി ശേഷം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിക്സി റൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പക്ഷേ പുറത്തേക്കൊന്നും പൊടി ആവുമൊന്നുമില്ല. അത്രയും നല്ല സേഫായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. വെള്ളം പാകത്തിനാകുമ്പോൾ ഇതിങ്ങനെ ക്രംബിളായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ നോക്കി ആ ഒരു ആവശ്യത്തിന് ഞാൻ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നിർത്തിയതില്ല കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് മാവ് കുറച്ച് ലൂസായി പോയി പെട്ടെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ രണ്ടാമത് വീണ്ടും അതിലേക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അവസാനം നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടെ നമ്മളെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം കറക്റ്റായിട്ട് അന്നേരം ഒഴിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മാവ് സെറ്റായി, അപ്പം തന്നെ സെറ്റായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പൊടിയൊക്കെ ഇട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൈയൊന്നും ചീത്താവാതെ, അപ്പോൾ കൈവേദനയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇതുപോലെ ഫുഡ് പ്രോസസറിൽ നമുക്ക് നീഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് വാട്ടിയ പത്തിരിപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്ത് നമുക്ക് സക്കിങ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫ്ലോറിൽ അങ്ങനെ ഒട്ടി പിടിച്ച് നിന്നോളും. എങ്ങനെയൊക്കെ നമ്മൾ മാവ് കുഴക്കുകയാണെങ്കിൽ പോലും ഈ ഒരു മെഷീന് ഒരു കുലുക്കവും സംഭവിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു മാവ് വെച്ച് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം യൂസ് ചെയ്തിട്ട് അപ്പോഴും മാവ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലൊരു സിട്രസ് ജ്യൂസർ അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓറഞ്ചൊക്കെ ജ്യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് അല്ല, ആ ഒരു ബുർത്തുക്കാലുണ്ടല്ലോ മുസംബി ടൈപ്പ്, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വരെ മേലെ ആ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ. അത് ലോക്കായാൽ മാത്രമേ മെഷീൻ വർക്കാവുള്ളൂ. ഫ്രഷ് ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നല്ല സിമ്പിളാണ് കേട്ടോ. ഡെയിലി ഓറഞ്ച് ജ്യൂസൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ റേക്ക ബേബി ആയിരുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജ്യൂസ് എന്നാണ് കേട്ടോ. ഞാൻ റേക്കൊക്കെ കേശക്കൊക്കെ അപ്പോൾ ഇതുപോലെ ഓറഞ്ച് ജ്യൂസ്, പോമഗ്രാനൈറ്റ് ജ്യൂസ് അതൊക്കെയാണ് ആദ്യം ഞാൻ അവർക്ക് ഫുഡായിട്ട് കൊടുത്തുകൊണ്ട് തുടങ്ങിയത്. പിന്നെയാണ് സെമി സോളിഡ്സിലേക്കൊക്കെ മാറുക കേട്ടോ. ആദ്യം ഇതുപോലെ ലിക്വിഡ് ഐറ്റംസാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. 2 നേരം ദിവസം അവർക്ക് ഇതിങ്ങനെ ജ്യൂസാക്കി എടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഞാനിതിൽ ഈ ഒരു ഓറഞ്ച് മാത്രമല്ല, നമ്മൾ അനാറുണ്ടല്ലോ പോമഗ്രാനൈറ്റ്, അതും ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അതും നല്ല ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഫ്രൂട്ട്സാണ് ഞാൻ ഈ ഒരു രീതിക്ക് ജ്യൂസാക്കി എടുക്കൽ. അപ്പോൾ ഇതിൽ കുരു ഒന്നും താഴോട്ട് വരില്ല. അതിന് മേലെ ആ ഒരു മെഷ് അല്ലെങ്കിൽ നെറ്റ് ടൈപ്പ് ഒരു സംഭവം ഉള്ളതുകൊണ്ട് കുരുവൊക്കെ അതിലേക്ക് തന്നെ കിടക്കും. പിന്നെ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ജ്യൂസിന്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇനി ഇതിലിതാ ഈ ഒരു അറ്റാച്ച്മെൻറ്റും കൂടി ഉണ്ട്. ഇത് നമ്മുടെ എഗ് വിസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ എഗ്ഗൊക്കെ വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ബേക്കേഴ്സൊക്കെ ചെയ്യുന്ന പോലെ അത്ര സ്റ്റിഫായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് ചില പുഡിങ്സിലേക്കൊക്കെ വേണ്ടിയിട്ട് എഗ്ഗും ക്രീമൊക്കെ ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ചില സമയത്ത് നമുക്ക് ബീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതുപോലെ ആ ഒരു സ്പാച്ചുലയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് സ്ക്രേപ്പ് ചെയ്യാനും ചുറ്റുഭാഗത്തു നിന്നുള്ളൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സെൻട്രിഫ്യൂഗൽ ജ്യൂസർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വേറെ തന്നെ ഒരു പാത്രമാണ് കേട്ടോ. ആ ഒരു ഫുഡ് പ്രോസസ്സറിൻ്റെ നമ്മൾ ചോപ്പിങ് അതിന് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പാത്രമല്ല, ഇത് വേറെ തന്നെ ഒരു പാത്രമാണ്. അതിൻ്റെ കൂടെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ബാസ്ക്കറ്റ് ടൈപ്പ് ഒരു ബ്ലേഡും കൂടിയാണുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു കുഴലിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് മേലെ
അങ്ങനെ അമർത്തി കൊടുത്താൽ മതി, ജ്യൂസ് താഴോട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിൽ ആ ഒരു ഫൈൻ ജ്യൂസ് മാത്രമാണ് താഴേക്ക് വരിക, ബാക്കിയുള്ള ഭാഗം അവിടെ നമുക്ക് സ്റ്റക്കായി നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് ആപ്പിളാണ്, രണ്ടാമത് ക്യാരറ്റാണ്, ഇനിയിപ്പോൾ ബീട്രൂട്ടാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതു ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നമുക്കിതുപോലെ ജ്യൂസാക്കി ഫ്രഷ് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഒരു പീസ് കുക്കുംബറും കൂടി ഇടാൻ പോവാണ്. ഈ ഒരു ജ്യൂസ് ഗ്ലാസ് മൊത്തം നമുക്ക് വെള്ളം ചേർക്കാത്ത ജ്യൂസാണ് കേട്ടോ, ഫ്രഷ് ജ്യൂസാണ്, എല്ലാത്തിനും നീര് മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ അറ്റാച്ച്മെൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ഫുഡ് പ്രോസസറിൻ്റെ കൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വേരിയൻറ്റ് തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസപ്പെട്ട ഒന്നാണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ജ്യൂസർ. നമ്മുടെ ആദ്യത്തെ വേരിയൻറ്റിൽ ഈ ഒരു ജ്യൂസർ ഉണ്ടാവില്ല, രണ്ടാമത്തെ വേരിയൻറ്റിലാണ് ഈ ഒരു ജ്യൂസറും കൂടി ഇൻക്ലൂഡായി വരുന്നത് കേട്ടോ. ഈ ഒരു 1.5 വർഷം യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫുഡ് പ്രോസസറിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൻ ഫസ്റ്റത്തെ കാര്യം ആ ഒരു തേങ്ങ അരയ്ക്കുന്ന സംഭവം കേട്ടോ. അതൊരു വെള്ളം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ അരവ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ജ്യൂസർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചില സമയത്ത് ജ്യൂസറിൽ കറക്റ്റ് ജ്യൂസ് വരുന്നതിന് പകരം വലിയ വലിയ ചങ്ക്സ്, ഇപ്പോൾ ഈ ഒരു ആപ്പിളിൻ്റെ പീസൊക്കെ അതിൽ കിടക്കുന്ന കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ചണ്ടി എടുത്ത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ജ്യൂസ് അതിന് വീണ്ടും കിട്ടും കേട്ടോ. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ജ്യൂസ് അങ്ങോട്ട് വരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി 2 സ്പീഡേ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മെയിനായിട്ട് ഒരു മെറിറ്റ് തോന്നിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലീനിങ് ആണ് കേട്ടോ. ഏത് പാർട്ടായാലും ഈ ഒരു സെൻട്രിഫ്യൂഗൽ ജ്യൂസറിൻ്റെ പാർട്സ് ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഏത് പാർട്ടും ആ ഒരു രീതിക്കാണ്. അതുപോലെ തന്നെ നല്ല കൺസീൽഡ് ആണ് എല്ലാ ഭാഗവും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. പിന്നെ നമുക്ക് ഒരു അടുക്കളയിലേക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇവന് ആപ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ഡൈസർ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ ഡൈസ് പോലെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കട്ട് ചെയ്യാം, അങ്ങനത്തെ സംഭവം ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിലില്ല. പക്ഷേ എല്ലാ രീതിക്കുള്ള സ്ലൈസിങ്ങും ഗ്രേറ്റിങ്ങും അതുപോലെ തന്നെ ഷ്രെഡിങ്ങും ഒക്കെ നടക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നടക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ താഴ്ഭാഗത്ത് നമുക്ക് സക്കിങ് വരുന്ന ആ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ മിക്സി ഒരനക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വെച്ച് വരുന്നവരേക്കും ബൈ ബൈ.